ഹലോ, വെൽക്കം ടു അമ്മമ്മാസ് കിച്ചൻ. എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപരിപ്പ് പായസമാണ്. അതിനായിട്ട് വറുത്ത ചെറുപരിപ്പ് കുക്കറിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കണം. 3 വിസിലാണ് വെക്കേണ്ടത്. വിസിലൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ചെറുപരിപ്പ് ഇങ്ങനെയാണ് ഇരിക്കുക. അതിന് ശേഷം നമ്മളൊരു കരണ്ടിയിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം വീണ്ടും അടുപ്പ് കത്തിച്ചിട്ട് നമ്മളതൊന്നുകൂടെ വേവിക്കണം. പിന്നെ വേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ജാഗരി പൗഡറാണ് ഇടുന്നത് അമ്മമ്മ. ജാഗരി പൗഡർ ആവശ്യത്തിനനുസരിച്ചിട്ട് അതിലോട്ട് ഇടുക. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കണം. അതും കൂടെ ഒന്ന് ചൂടാവണം, ഒന്ന് മെൽട്ട് ആവാനായിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മളിലോട്ട് പാലാണ് ഒഴിക്കുന്നത്. അതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് പിരിഞ്ഞ് വരണം. അതിൻ്റെ അളവ് ആവുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനി അടുപ്പിൽ നിന്ന് മാറ്റി വേറൊരു പാത്രം വെച്ച് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ അതിലോട്ട് അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തും കാഷ്യൂവും കിസ്മിസും കൂടെ ഇട്ട് നന്നായിട്ടൊരു ഗോൾഡൻ നിറം ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഗോൾഡൻ നിറമായി വന്നു. ഇനി നമ്മളിത് നേരെ പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് അമ്മമ്മ ബൗളിലോട്ട് മാറ്റുന്നുണ്ട് കുറച്ച്. അവസാനം അമ്മമ്മയുടെ ടേസ്റ്റിങ്ങും കൂടി കഴിഞ്ഞപ്പോൾ സംഭവം അടിപൊളിയായി, നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.